പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് മറ്റുള്ള റൂമുകളിൽ നിന്നും ഓരോരുത്തർ സുഹൃത്തുക്കളെ എല്ലാവരും ഇറങ്ങി വന്ന് ഭൂകമ്പമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ടൊന്നും കയറിയില്ല. അത് കഴിഞ്ഞ് ഉറക്കമൊന്നും നടന്നില്ല, എല്ലാവരും പേടിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് എൻ്റെ റൂമിൽ മാത്രം ഒരു പോറലോ വിള്ളൽ പോലുമോ ഒന്നുമില്ല. ഞാൻ വരുന്നത് മുളന്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനും കൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എനിക്ക് മാതാവിൻ്റെ ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ഈസ്റ്റ് ആഫ്രിക്കയിൽ നല്ലൊരു ചീഫ് അക്കൗണ്ടൻ്റായിട്ട് എനിക്ക് നല്ലൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുമാത്രമല്ല അവിടെ എന്നെ സഹായിക്കാനും എല്ലാം ദൈവദൂതന്മാരെ പോലെ എന്നെ സഹായിക്കാനൊക്കെ ആയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം മാതാവ് ഏർപ്പെടുത്തി തന്നു. അത് ശരിയായ സമയത്ത് തന്നെ ഞാനിവിടെ കൊച്ചിയിലാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ കുറച്ച് പൊളിറ്റിക്കൽ ഒരു സ്ട്രഗിൾസൊക്കെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം അതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്ന ജോലിയാണ്. അത് കഴിഞ്ഞ് ഞാൻ 2023 ഓഗസ്റ്റ് 29 ഈസ്റ്റ് ആഫ്രിക്കയ്ക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്ന വാർത്ത, അപ്പം എൻ്റെ സുഹൃത്ത് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ അവിടെ ഭൂകമ്പം വല്ലതും ഉണ്ടായോ എന്ന് ചോദിച്ചു. ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു, അല്ല മൊറോക്കോയിൽ ഈസ്റ്റ് ആഫ്രിക്കയിലെ മൊറോക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടായി 100-200 പേരും മരിച്ചല്ലോ, അതാ ഞാൻ നിന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ഇല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സംഭാഷണമൊക്കെ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ വെളുപ്പിന് സെപ്റ്റംബറിൽ 4:10 ആയപ്പോൾ ഒരു ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു ഭയങ്കരമായ ശബ്ദമായിരുന്നു. അത് ശരിക്കും ഒരു 4.8 4.9 റിക്ടർ സ്കെയിലിൽ അടയാളപ്പെടുത്തിയ ഒരു വലിയൊരു എർത്ത്. അപ്പം ഞാൻ എൻ്റെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ കാശുരൂപം വെച്ചിരിക്കുന്നത് കബോർഡിലാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി കാശുരൂപം എടുത്ത് കഴുത്തേ ധരിക്കാൻ ആയിട്ട് തോന്നി. അപ്പം തന്നെ ഞാൻ കാശുരൂപം എടുത്ത് കഴുത്തിൽ ധരിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് മറ്റുള്ള റൂമുകളിൽ നിന്നും ഓരോരുത്തർ സുഹൃത്തുക്കളെ എല്ലാവരും ഇറങ്ങി വന്ന് ഭൂകമ്പമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ടൊന്നും കയറിയില്ല. അത് കഴിഞ്ഞ് ഉറക്കമൊന്നും നടന്നില്ല, എല്ലാവരും പേടിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് എൻ്റെ റൂമിൽ മാത്രം ഒരു പോറലോ വിള്ളൽ പോലുമോ ഒന്നുമില്ല. 9 റൂമുള്ള വില്ലയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല വില്ലയാണ്. ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ വില്ലയാണ്. അത് ശരിക്കും വിദേശികളായിട്ടുള്ള അമേരിക്കൻ എംബസിയിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന അതുപോലുള്ള വില്ലകളാണ്, സ്ട്രോങ് ആയിട്ടുള്ള വില്ലകളാണ്. അതിൻ്റെ ബാക്കി എല്ലാ റൂമുകളിലും നല്ല ക്രാച്ചസും ടോയ്ലറ്റിലിരുന്ന കബോർഡിലിരുന്ന സാധനങ്ങളൊക്കെ ഉരുണ്ട് താഴെ വീഴുകയും അങ്ങനെ കുറേ ഡാമേജൊക്കെ സംഭവിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാൻ ഇപ്പോൾ ഉടമ്പടി കാലാവധിയൊക്കെ കഴിഞ്ഞപ്പം വിദേശത്തൊക്കെയുള്ള കൂട്ടുകാർക്ക് ഏക ആശ്രയം മദ്യപാനമൊക്കെയാണ്. അപ്പം ഞാനിപ്പം ഉടമ്പടിയൊക്കെ ഉള്ളതുകൊണ്ട് മദ്യപിക്കുകയൊന്നുമില്ല എന്ന് തീരുമാനമൊക്കെ എടുത്ത് പോയതാണ്. അപ്പം ഉടമ്പടി കാലാവധി കഴിഞ്ഞപ്പം എന്നാൽ കൂട്ടുകാരൊത്ത് അവർ നിർബന്ധിച്ചതല്ലേ ഒന്ന് കഴിച്ചേക്കാമെന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തൊട്ട് എൻ്റെ ജോലിയിൽ പ്രതിസന്ധികളും പിന്നെ നെഗറ്റീവ് ന്യൂസുകളാണ് കേൾക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. അപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മാറി. വീണ്ടും ഞാൻ എന്തെങ്കിലും പാപം ചെയ്യുകയോ തെറ്റുകൾ ചെയ്യുകയോ ചെയ്താൽ ഉടൻ തന്നെ എനിക്ക് പിറ്റേ ദിവസം തന്നെ അനുഭവം ഉണ്ടാവും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ജോലിയോടനുബന്ധിച്ച് സംഭവിച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മാതാവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, ഈശോയ്ക്കും എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കുക എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിൽ ഒരു 3 മാസം കേവലം ഒരു 90 ദിവസത്തെ ഒരു ഉടമ്പടി കാലാവധി അല്ല. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നിത്യതയിലേക്കുള്ള ഉടമ്പടി പുതുക്കൽ എന്നല്ല. ഇപ്പം ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് പുതുക്കുന്നത്. പക്ഷെ പുതുക്കലിലല്ല, എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ ഫാമിലി മുഴുവനും ഈശോയോടൊത്ത് നിത്യതയിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ കാണുന്നത്. പുതുക്കുന്നതൊക്കെ ഒരു ടെക്നിക്കൽ ഇതാണല്ലോ. പക്ഷെ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ കർത്താവിനും മാതാവിനും വേണ്ടിയിട്ട് ആണ് ഞാൻ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിരവധിയായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്.
ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ഒരു വണ്ടി ഉണ്ടായിരുന്നു. അത് വിൽക്കേണ്ട സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനത് വിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഒരു 1.5 വർഷത്തോളം വണ്ടിയില്ലാതെ നടന്നു. പല സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴും അത്യാവശ്യത്തിന് ചോദിക്കുമ്പോഴും അവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പോൾ, അമ്മ മാതാവിനോട് അപേക്ഷിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ സിൽവർ കളറിലുള്ള ഒരു വാഹനം, നല്ല സുന്ദരമായ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം, നല്ലൊരു വാഹനം, നല്ല പവറുള്ളതും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി താമസത്തിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി തന്നു. പിന്നെ എൻ്റെ സഹോദരിമാർക്ക് നല്ല 2 ഭവനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട്, ഒരാളുടെ വീട് പണി ഇപ്പോൾ നടക്കുന്നു, വേറൊരാളുടെ 6 മാസം കൊണ്ട് നല്ല അതിമനോഹരമായ ഒരു ഭവനം ഞങ്ങൾ നിയോഗത്തിൽ വെച്ചത് പ്രകാരം അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ മാതാവിനെ ദർശിക്കുവാനും ഈശോയെ ദർശിക്കുവാനും എൻ്റെ വൈഫിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് അവൾ തന്നെ പറയും. ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം ഏശയ്യ 54:10 നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ നിന്നോടുള്ള അചഞ്ചലമായ സ്നേഹം എന്നെ പിരിയുകയില്ല. എനിക്ക് വചനങ്ങളിലൂടെ ഈശോനോട് സംസാരിക്കും. പിന്നെ പ്രാർത്ഥിക്കാനുള്ള കൃപയും എല്ലാം തമ്പുരാൻ തന്നു. മോന് വയറിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ കൊറോണ സമയത്ത് ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം നന്നായി മാറിയിരുന്നു. അപ്പോൾ പിന്നെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരാനുള്ള മടി കാരണം പിന്നെ അതൊന്നും നടന്നില്ല. പിന്നെയും കൊച്ചിന് വയറിന് പിന്നെയും പ്രശ്നമായി. അപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നടത്തി തന്ന ഈശോയ്ക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത തമ്പുരാനും നന്ദി. ആത്മീയ ജീവിതത്തിൽ ഞാൻ നേരത്തെ വചനങ്ങളൊന്നും വായിക്കുകയില്ലായിരുന്നു. ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടി അതിൽ അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ റൂം എല്ലാ ഭിത്തിയിലും ഇപ്പം ഒരു ഭിത്തി നിറച്ചു എല്ലാ വചനങ്ങളും എഴുതി ഒട്ടിച്ചു വെക്കും. എന്നിട്ട് രാവിലെയും രാത്രി കിടക്കാൻ നേരത്തും ഞാൻ ആ വചനം വായിച്ചിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ജപമാല കഴിഞ്ഞിട്ട് ആ ബൈബിൾ വായനയും കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എല്ലാ ദിവസവും ആ വചനങ്ങളോടെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു പോകും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കുന്നത് വൈഫ് രോഗികൾക്കായിട്ട്, ക്യാൻസർ രോഗികൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ക്യാഷായിട്ടാണ് സഹായിച്ചിരിക്കുന്നത്. പിന്നെ പത്രവിതരണം ഞാനിവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അയൽപക്കത്തൊക്കെ ഇവർ പത്രങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാരുണ്യപ്രവൃത്തികളോ അല്ലെങ്കിൽ എൻ്റെ യോഗ്യത കൊണ്ടൊന്നല്ല ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു കാരുണ്യം ഉടമ്പടിയിൽ കുറച്ചെങ്കിലും ഞാൻ അത് കേൾക്കാറ്. അത് എൻ്റെ ജീവിതത്തിൽ വിദേശത്തായിരുന്നപ്പോൾ ഒത്തിരിയേറെ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും അനുദിന അനുഗ്രഹ പ്രാർത്ഥന അത് ഞാൻ ഒട്ടും മിസ് ചെയ്യാറില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം അച്ഛൻ്റെ ആ പ്രഭാഷണം അത് കേട്ടിട്ട് അന്നന്നത്തെ പ്രതിസന്ധികൾക്കുള്ള മറുപടിയായി അതിൽ നിന്ന് എനിക്ക് അച്ഛൻ്റെ വചനങ്ങളും എക്സ്പ്ലനേഷനും ഒക്കെ കിട്ടാറുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് അത് തന്നെയാണ് അനുദിന പ്രാർത്ഥനയിൽ അച്ഛൻ്റെ കൂടെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഈ മാതാവും ഈശോയും ഇങ്ങനെ ഈ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ നമുക്ക് തന്നത് അവരുടെ അച്ഛൻ്റെ ആരോഗ്യത്തിനും ഇവിടെ ഉള്ള ടീമംഗങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. റോമാക്കാർക്കുള്ള എഴുതിയ ലേഖനം 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അതായത് ജീവിത പ്രതിസന്ധികൾ എന്തൊക്കെ വന്നാലും ഉടമ്പടി എങ്ങനെ നമ്മെ ഒന്നുകൂടി ഉറപ്പുള്ളവരാക്കുന്നു, ഉത്തരവാദിത്വമുള്ളവരാക്കുന്നു. ഉടമ്പടി എടുത്തത് മൂലം എല്ലാ പ്രതിസന്ധികളും മാറി എന്നല്ല,
പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളുള്ളതാണ് ജീവിതം. എന്നാൽ ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുവാനുള്ള, അതായത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു പ്രത്യേക കൃപ തന്നെയാണ് ഉടമ്പടിയെടുത്ത മക്കൾക്ക് ലഭിക്കുക. തൻ്റെ വിദേശ ജോലിയുടെ കാര്യവും അതുപോലെ മാതാവിൻ്റെ സംരക്ഷണം, ഭൂകമ്പത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് തനിക്കുണ്ടായത്, തൻ്റെ ചുറ്റിനും പലതും നാശനഷ്ടങ്ങൾ വന്നപ്പോഴും ഈ മകന് പരിശുദ്ധ അമ്മ എങ്ങനെ അമ്മയുടെ കാപ്പയുടെ കീഴിൽ സംരക്ഷിച്ചു. വീണ്ടും തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ ഓരോ കൃപകളും ഇവിടെ പറയുമ്പോൾ ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അതായത് നാം അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തനാണ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകുവാൻ സാധിക്കുന്നത്. കർത്താവിൻ്റെ അടുത്ത് വിലയുള്ള വ്യക്തികളാകുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ വിലയുള്ള വ്യക്തികളാകുന്നത് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടാണ്. അതായത് ഇവിടെ പറയുന്ന ഉടമ്പടി നിബന്ധനകൾ അത് പൂർണ്ണമായും അതിനോട് വിശ്വസ്തരും ആത്മാർത്ഥതയും ഉള്ള വ്യക്തികൾ നാം ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൃപകൾ കൊണ്ട് ദൈവം നിറയ്ക്കും. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.